ആറന്മുള മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി അബിൻ വർക്കിയെ സെൻറ് തോമസ് കോളേജിലെ കോഴഞ്ചേരി സെൻറ് തോമസ് കോളേജിലെ SFIക്കാർ തടഞ്ഞു. എന്തിനാണ് തടഞ്ഞേ? അബിൻ വർക്കി സെൻറ് തോമസ് കോളേജിൽ വോട്ട് ചോദിക്കാനായിട്ട് ചെന്നു. അവിടുത്തെ അധ്യാപകരെയും അനധ്യാപകരെയും വോട്ടുള്ള വിദ്യാർത്ഥികളെയും ഒക്കെ കണ്ട് സംവദിക്കാനും വോട്ട് ചോദിക്കാനും വേണ്ടി അബിൻ വർക്കി അവിടെ ചെന്നു. അപ്പോഴാണ് യുവമാർക്ക് സഹിച്ചില്ല. യുവമാരുടെ സ്ഥിരം പരിപാടിയാണല്ലോ ഇത്, സ്ഥിരം പരിപാടിയാണ്. ഇവരുടെ എന്തെങ്കിലും ശക്തി കേന്ദ്രങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ തിണ്ണമെടുക്ക് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. തിണ്ണമെടുക്ക് മറ്റേ നമ്മുടെ ഈ ഗവർണറെയൊക്കെ വഴി തടയുന്നൊരു പരിപാടി. രണ്ടടി കൊടുത്ത് വിട്ടാൽ ഓടും, അത്രയേ ഉള്ളൂ. അത് വേറെ കാര്യമൊന്നുമില്ല. ഇത് കണക്ക് തന്നെ അബിൻ വർക്കിയെ തടയുന്നു. എന്തിനാ തടയുന്നത്? അത് അയാളുടെ അഹങ്കാരമല്ല, അത് അയാളുടെ അവകാശമാണ്. അവിടെ കയറി വോട്ട് ചോദിക്കേണ്ടത് അയാളുടെ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ, അയാളുടെ നിയോജക മണ്ഡലത്തിനകത്തുള്ള ഒരു സ്ഥാപനം എന്ന നിലയിൽ, അവിടെ വോട്ടുള്ള ആളുകൾ എന്നുള്ള നിലയിൽ അവിടെ കയറി വോട്ട് അഭ്യർത്ഥിക്കുക എന്നുള്ളത് അത് അയാളുടെ അവകാശമാണ്. അതിനകത്ത് നീയൊക്കെ തടയാനും നീയൊക്കെ അവനെ പിടിച്ച് തള്ളാനും നിങ്ങൾ ആരാണ്? SFI ആരാണ്? കേരളത്തിൽ SFI ആരാണ്? നിങ്ങളുടെ വിചാരം എന്താണ്? നിങ്ങൾ ഇത് സ്ഥിരം പരിപാടി. ഒരു കോളേജ് ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഏതെങ്കിലും എതിർ പാർട്ടിക്കാർ, ഒരു ഉദാഹരണം KSUവിൻ്റെയോ AYFൻ്റെയോ, ഇവരുടെ തന്നെ മറ്റേ ഘടകകക്ഷിയാണ് CPI, അവരുടെ യുവജന സംഘടനയാണ് ASF. ആ ASF പോലും ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിക്കഴിഞ്ഞാൽ ആ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന കുട്ടിയുടെ വീട്ടിൽ വിളിച്ച് തെറി വിളിക്കുക, അവരെ ഭീഷണിപ്പെടുത്തുക, പിറ്റേ ദിവസം നോമിനേഷൻ പിൻവലിച്ചില്ലെന്നുണ്ടെങ്കിൽ കോളേജിൽ ഇനി പഠിക്കാൻ സമ്മതിക്കത്തില്ല എന്നുള്ള പറയുക. ഇതൊക്കെ സ്ഥിരം പരിപാടിയാണ്. ഈ SFI കോളേജുകളിൽ ജയിക്കുന്നത്, വോട്ട് കിട്ടിയത്, അല്ലെങ്കിൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുന്നത് വേറെ ആളില്ലാത്തതുകൊണ്ട്, വേറെ ആളെ നിർത്താൻ ഇവന്മാർ സമ്മതിക്കത്തില്ല. അതുകൊണ്ടാണ്. അല്ലാതെ ഇവന്മാർ മറ്റേ വോട്ട് കിട്ടി ജയിക്കുന്നൊന്നുമല്ല, പിള്ളേരെ ഭീഷണിപ്പെടുത്തി വോട്ട് ചെയ്യിക്കുന്നതാ. ഇവന്മാർ ശല്യം ചെയ്യുമെന്നേ. ഈ നമ്മൾ കേട്ടിരുന്നു ഇടിമുറികൾ ഉണ്ടെന്നൊക്കെ ഉള്ളത്. ഇടിമുറികൾ അല്ലെങ്കിൽ യൂണിറ്റ്, SFIയുടെ യൂണിറ്റിൻ്റെ മറ്റേ ഭീഷണികൾ പേടിച്ചാൽ പിള്ളേർ വോട്ട് ചെയ്യുന്നത്. അല്ലാതെ ഇവന്മാർക്ക് തേങ്ങ കിട്ടും. യവന്മാർക്ക് തേങ്ങ കിട്ടുമെന്നാണ് പറയുന്നത്. ഒരു സുതാര്യമായിട്ടുള്ള രീതിയിൽ കോളേജുകളിലും സ്കൂളിലും ഒക്കെ മറ്റേ കാൻഡിഡേറ്റ്സിനെ നിർത്തി ഇലക്ഷൻ നടത്തി കഴിഞ്ഞാൽ യവന്മാർക്ക് തേങ്ങ കിട്ടും. എന്ത് സപ്പോർട്ടുണ്ടെന്നാണ് പറയുന്നത്? കുറേ ഗുണ്ടാ സംഘങ്ങൾ ഞങ്ങൾ പഠിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് പൈസ, ആവശ്യത്തിന് മറ്റ് കാര്യങ്ങൾ, സിനിമ കാണാൻ ടിക്കറ്റ്, മറ്റ് പരിപാടികൾ, ഈ പറയുന്ന കണക്ക് ഈ കമ്മിറ്റിക്ക് വേണ്ടി, ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി പൈസ പിരിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു പങ്ക്. അല്ല എന്തോന്നാ? ഒന്നുമില്ല. ഇഷ്ടം പോലെ പൈസയും മറ്റേ ഇതും എല്ലാം കൊടുക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഈ SFIക്ക് ഇതിനു വേണ്ടി പിള്ളേർ ഇറങ്ങുന്നത്. അല്ല എന്തോന്നാ? യവന്മാരുടെ കുറേ ഗുണ്ടായിസവും. യവന്മാരെ തൊട്ട് കഴിഞ്ഞാൽ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് കുറേ ആൾക്കാർ അങ്ങ് ഇറങ്ങി നിരന്ന് നിൽക്കും. ആ ഒരു അഹങ്കാരമാണ് ഇവിടെ കാണിക്കുന്നത്. അബിൻ വർക്കിക്ക് അവൻ അവിടെ സ്ഥാനാർത്ഥിയാണെന്നുണ്ടെങ്കിൽ അവൻ്റെ അവകാശമാണ് കോളേജിലായാലും എവിടെ ആയാലും വോട്ടുള്ളിടത്ത് കയറി വോട്ട് ചോദിക്കാൻ. ആർക്കും തടയാനുള്ള യാതൊരു അവകാശമില്ല. അതിപ്പോൾ SFI ആണെങ്കിലും വേറെ ആരാണെങ്കിലും അത് തടയാനുള്ള അവകാശമില്ല. നേരെ മറിച്ച് നിൻ്റെയൊക്കെ ഒരു സ്ഥാനാർത്ഥിയെ തടഞ്ഞിരുന്നെങ്കിൽ നീയൊക്കെ ഇവിടെ ഇളക്കിയാനല്ലോ. നിങ്ങളുടെ സ്ഥാനാർത്ഥി, ആറന്മുളയിലെ സ്ഥാനാർത്ഥിയെ എങ്ങാനും KSUക്കാർ തടഞ്ഞിരുന്നെന്നുണ്ടെങ്കിൽ ആ പെടലിയിലിട്ടിരിക്കുന്ന കോളർ ഇട്ടുകൊണ്ട് വീണ്ടും നാളെ തൊട്ട് സഹതാപ തരംഗമായിരുന്നു ഇവിടെ. നാണം ഉണ്ടോടാ നിനക്കൊക്കെ? എന്തിനാ അബിൻ വർക്കി പേടിക്കുന്നത്? അബിൻ വർക്കി വോട്ട് ചോദിച്ചിട്ട് നിങ്ങളുടെ ആ കോളേജിൽ കയറി, സെൻറ് തോമസ് കോളേജിൽ കയറി വോട്ട് ചോദിച്ചിട്ട് അബിൻ വർക്കിക്ക് വോട്ട് ചെയ്യാൻ ആൾക്കാർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യുമെന്നേ. അതിന് നീയൊക്കെ തടഞ്ഞു കഴിഞ്ഞാൽ വോട്ട് കൊടുക്കാതിരിക്കുമോ? ഒന്നുമില്ല. ഇതൊക്കെ നിൻ്റെയൊക്കെ തോന്നൽ മാത്രമാണ്, നിൻ്റെയൊക്കെ വിരട്ടലും ഈ പരിപാടിയുടെയൊക്കെ കാലം കഴിഞ്ഞ്. ഇനി കുറച്ച് കാലം കൂടെ കാണും ഇതൊക്കെ. ആൾക്കാർ നിന്നെ ഒന്നും അംഗീകരിക്കില്ല. നിന്നെയൊക്കെ വഴിയിൽ പിടിച്ചിട്ട് അറയുന്ന ദിവസങ്ങൾ, ചന്തി അടിച്ച് പൊട്ടിക്കുന്ന, മറ്റേ ചൂരലും കൊണ്ട് ചന്തി അടിച്ച് പൊട്ടിക്കുന്ന സമയം അധികം വിദൂരമൊന്നുമല്ല. പറഞ്ഞ് മനസ്സിലായോ? കഷ്ടം തന്നെ. ഒരു സ്ഥാനാർത്ഥി കയറി വോട്ട് ചോദിക്കാൻ പോയപ്പോഴത്തേന് പേടിച്ചു പോയി. നിങ്ങളുടെ മന്ത്രി അവിടെ ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ജയിക്കത്തില്ലേ? നിങ്ങൾ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? അബിൻ വർക്കിയെ നിങ്ങൾ എന്തിനാ ആറന്മുളക്കാർ പേടിക്കുന്നത്? എന്തിനാ? അതിൻ്റെ അപ്പുറമല്ലേ നിങ്ങൾ മന്ത്രി നടത്തിയേക്കുന്ന വികസനങ്ങൾ. വീണ ജോർജ് നടത്തിയ വികസനം കണ്ടിട്ട് ആൾക്കാർ വോട്ട് ചെയ്യട്ടെ. വീണ ജോർജ് നടത്തിയ വികസനം പറഞ്ഞ് നിങ്ങൾ വോട്ട് ചോദിക്കുക. അല്ല എന്തിനാ അബിൻ വർക്കിയെ തടയാൻ പോകുന്നത്? എന്തിനാ? അയ്യേ, ഇപ്പോഴേ പേടിച്ച്. അബിൻ വർക്കി ഇപ്പോഴേ ജയിച്ചവിടെ. അബിൻ വർക്കി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സെൻറ് തോമസ് കോളേജിൽ നിങ്ങളെ തടഞ്ഞതിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവന്മാർ പേടിച്ചു തുടങ്ങിയിട്ടുണ്ട്. മെയിൻ നേതാക്കളെ ഇറക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കുട്ടി സഹാക്കന്മാരെ ഇറക്കിയേക്കുന്നത്. ഈ മെയിൻ നേതാക്കന്മാരാണ് ഇതിൻ്റെ പുറകെ ഇരുന്ന് ചരടുവലി. DYFI CPM ഒക്കെ ആണ് ചരടുവലി. അപ്പോൾ നിങ്ങൾ ജയിച്ച അബിൻ വർക്കി, നിങ്ങൾ ഉറപ്പിച്ചോ, നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് തന്നെ ജയിച്ചാൽ ആറന്മുളയിൽ നിങ്ങൾക്ക് ജയിക്കാം. മന്ത്രി വീട്ടിലിരിക്കും.